ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യാമ്പർ ഗേൾ ഫ്രം കേരള. ഇൻട്രോ ഒക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ? കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി, അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസും ഇംപ്രൂവ്മെന്റ്സും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയായാലും പോസിറ്റീവ് ആണ് മാറ്റങ്ങൾ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ യാത്രകളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ അടുത്ത യാത്രയെ കുറിച്ച് പറയാനാണ്. പൊതുവെ യാത്രകളെ കുറിച്ച് മുൻകൂട്ടി ഞാൻ പറയാറില്ല. ഓരോ വീഡിയോ കഴിയുമ്പോഴും അടുത്ത യാത്ര സസ്പെൻസ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇത്തവണ മുൻകൂട്ടി പറയാനൊരു കാരണമുണ്ട്. കാര്യം നമ്മൾ ഓരോ യാത്രയും എക്സിക്യൂട്ട് ചെയ്ത് ആ യാത്ര തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ഉണ്ട്. ഒരുപാട് പ്രിപ്പറേഷൻസും ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യലും അതിൽ നിന്ന് സോർട്ട് ചെയ്ത് ഒരു സ്ഥലം തിരഞ്ഞെടുക്കലും ഒക്കെ ആയിട്ട് കുറച്ചധികം സമയം നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ പോകുന്ന ഒരു സ്ഥലത്തേക്ക് വേറൊരാൾക്ക് പോകണമെങ്കിൽ എന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യലും സോർട്ട് ചെയ്യലും ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തവണ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ യാത്ര തുടങ്ങിയത് മൂന്നാറിൽ വെച്ചിട്ടായിരുന്നു. മൂന്നാറിലെ കുറച്ചധികം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നേരെ വിട്ടത് എറണാകുളത്താണ്. സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറഞ്ഞ വാസ്കോഡ് ഗാമയുടെ ബോഡി സൂക്ഷിച്ച ആ ഒരു സ്ഥലമൊക്കെ നമ്മുടെ എറണാകുളത്തുണ്ട്. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫോർട്ട് കൊച്ചി ബീച്ച്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ എറണാകുളത്ത് കവർ ചെയ്യുമ്പോഴാണ് നമ്മുടെ കൊല്ലങ്കോട് കയറി അങ്ങ് പോപ്പുലർ ആയത്. നേരെ വണ്ടി കൊല്ലങ്കോടേക്കായിരുന്നു പോയത്. കൊല്ലങ്കോടും ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. നെക്സ്റ്റ് ട്രിപ്പ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം കാണാൻ ആതിരപ്പള്ളിയിലേക്കും അതിനുശേഷം ആറന്മുളയിലെ വള്ളസദ്യ കഴിക്കാൻ ആറന്മുള ക്ഷേത്രത്തിലേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വണ്ടി വിട്ടത് ഊട്ടിയിലേക്കാണ്. പിന്നീട് അവിടെ നിന്ന് ഉത്രാളിക്കാവിലേക്കും. പരസ്പര ബന്ധമില്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് വെറൈറ്റി ആയിട്ടുള്ള യാത്രാ എക്സ്പീരിയൻസുകൾ കൊടുക്കുക എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്രാളിക്കാവിലെ യാത്രയ്ക്ക് ശേഷം നേരെ പോകുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ കടന്നുള്ള നമ്മുടെ വയനാട്ടിലേക്കായിരുന്നു. വയനാട്ടിലും ഒത്തിരി എക്സ്പീരിയൻസുകളും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കോയമ്പത്തൂരിലെ ഫേമസ് ആയിട്ടുള്ള GD നായിഡു മ്യൂസിയം ആണ് ഇപ്പൊ നമ്മൾ കണ്ടിറങ്ങിയത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ അതായിരുന്നു. നിങ്ങൾ കണ്ടു കാണും എന്നെ പ്രാങ്ക് ചെയ്ത് പറ്റിച്ചതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കടുവയും കാട്ടുപോത്തും കലമാനും കരടിയും ഒക്കെ ഉള്ള ഒരു കാട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. കാടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനലി അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തു. ഒരു ക്ലൂ തരാം. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം, എന്നാൽ തമിഴ്നാടിന്റെ മണ്ണ് ചവിട്ടാതെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു കാനന സൗന്ദര്യം, അതിനകത്തൊരു കൊച്ചു ഗ്രാമം. ഉത്തരം കിട്ടിയോ? ഞാൻ തന്നെ പറയാം. നമ്മുടെ സ്വന്തം പറമ്പിക്കുളം ടൈഗർ റിസർവ്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയുമെങ്കിലും പലരും ഇവിടേക്ക് പോയി കാണില്ല. ഞാനും പോയിട്ടില്ല. അന്വേഷിച്ചപ്പോൾ ഒത്തിരി പാക്കേജുകളും പരിപാടികളും കാണാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ റെഡിയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടും ബുക്ക് ചെയ്യാണ്ടും ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഗംഭീര സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഈ വീഡിയോ ഒരു റെഫറൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇൻഫർമേഷൻസിലേക്ക് കടക്കാം. സാധാരണ നമ്മൾ സെർച്ച് ചെയ്യുന്നത് പോലെ ഗൂഗിളിൽ പോവുക, സെർച്ച് ബാറിൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന് ടൈപ്പ് ചെയ്യുക. പറമ്പിക്കുളം നാഷണൽ പാർക്ക് എന്ന് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് തന്നെ നമ്മുടെ പറമ്പിക്കുളത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പറമ്പിക്കുളത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറാം. ഇതാണ് പറമ്പിക്കുളത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ പ്ലാൻ യുവർ വിസിറ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ അവിടെ കാണാൻ സാധിക്കും. ഭൂരിഭാഗം പേരും ഈ ഒരു സൈറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു ടോപ്പിക് ആയിരിക്കും. അത് ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള സബ് ടോപ്പിക്കുകളാണ് അതിന്റെ തൊട്ട് താഴെ കൊടുത്തേക്കുന്നത്. തൊട്ട് താഴെ പ്ലാൻ യുവർ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ചിത്രമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജംഗിൾ സഫാരി, ഹണി കോംബ്, എ ഡേ ഇൻ പറമ്പിക്കുളം, ട്രീ ടോപ്പ് ഹട്ട്, എലിഫന്റ് സോങ് ട്രക്കിംഗ് ട്രെയില്, വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്, ബിയർ പാത്ത് ട്രക്കിംഗ് ട്രെയില്, പെരുവാരി ഐലൻഡ് നെസ്റ്റ്, ബഗ്മാർക്ക് ട്രക്കിംഗ് ട്രെയില്, ടെന്റ് സ്റ്റേ, ബൈസിക്കിൾ റൈഡ് ഇൻ ദ വൈൽഡ്. പറമ്പിക്കുളം നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരൊരുക്കുന്ന പ്രോഗ്രാംസ് ആണ് ഇത് ഓരോന്നും. പോകുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പാക്കേജ് നമുക്ക് തിരഞ്ഞെടുക്കാം. പറമ്പിക്കുളത്തെ മുഴുവൻ പ്രോഗ്രാമുകളെയും നമുക്ക് 5 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ട്രക്കിംഗ് പ്രോഗ്രാം, ജംഗിൾ സഫാരി, എ ഡേ ഇൻ പറമ്പിക്കുളം, നേച്ചർ ക്യാമ്പ്സ് ആൻഡ് അക്കോമഡേഷൻസ്. ആദ്യത്തേത് ട്രക്കിംഗ് പ്രോഗ്രാംസ് ആണ്. 3 തരത്തിലുള്ള ട്രക്കിംഗ് പ്രോഗ്രാംസ് ആണ് പറമ്പിക്കുളത്ത് ഓഫർ ചെയ്യുന്നത്. ബിയർ പാത്ത് ട്രക്കിംഗ് ട്രെയിൽ, പഗ്മാർക്ക് ട്രക്കിംഗ് ട്രെയിൽ, എലിഫന്റ് സോങ് ട്രക്കിംഗ് ട്രെയിൽ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ബിയർ പാത്ത് ട്രക്കിംഗ് ട്രെയിൽ ആണ്. ഇതൊരു ഇന്റർമീഡിയറ്റ് ട്രക്കിംഗ് ആണ്. തുടക്കക്കാരെക്കാളും കുറച്ചധികം ട്രക്കിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണിത്. കാടിനകത്തൂടെ 8 കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു സോഫ്റ്റ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ട്രക്കിംഗ് ആരംഭിക്കുന്നത് ആനപ്പാടിയിൽ വെച്ചാണ്. തുടർന്ന് ഇന്റർസ്റ്റേറ്റ് ബൗണ്ടറി, നമ്മളെ കേരള തമിഴ്നാട് ബൗണ്ടറി ഒക്കെ ടച്ച് ചെയ്തിട്ടായിരിക്കും തിരിച്ച് ആനപ്പാടിയിലേക്ക് വരുന്നത്. ട്രക്കിങ്ങിലുടനീളം ട്രെയിൻഡ് ആയിട്ടുള്ള 2 നാച്ചുറലിസ്റ്റുകൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും. മിനിമം 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പോ മാക്സിമം 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനോ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുള്ളത്. ഓൺലൈനായിട്ടാണ് ഈ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത ദിവസം രാവിലെ 9 മണിക്ക് പറമ്പിക്കുളത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 1
മണി വരെയാണ് ഈ പ്രോഗ്രാമിന്റെ സമയം അനുവദിച്ചിരിക്കുന്നത്. വീക്ക് ഡേയ്സിൽ ഇന്ത്യൻസിന് 300 രൂപയും ഫോറിനേഴ്സിന് 500 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. വീക്കെൻഡില് ഇന്ത്യൻസിന് 380ഉം ഫോറിനേഴ്സിന് 580 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ഈ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീനിലെ മുകൾ ഭാഗത്ത് കാണുന്ന ചെക്ക് അവൈലബിലിറ്റി എന്ന ഗ്രീൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന നോട്ടീസിൽ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബുക്കിംഗ് തീയതി, ടൈം, അവൈലബിൾ സീറ്റ്സ്, പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൊടുക്കാനുള്ള ഓപ്ഷൻ തുടങ്ങിയവയൊക്കെ കാണാൻ സാധിക്കും. ആവശ്യാനുസരണം ഡീറ്റെയിൽസ് നൽകിയ ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ട്രക്കിംഗ് പ്രോഗ്രാമിലെ രണ്ടാമത്തെ പ്രോഗ്രാം പഗ്മാർക്ക് ട്രക്കിംഗ് ട്രെയിൽ ആണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. 12 കിലോമീറ്ററോളം ഉള്ള ഈ ഒരു ഹാർഡ് ട്രക്കിംഗ് പ്രോഗ്രാമിൽ ഒരു ഫോറസ്റ്റ് സ്റ്റാഫും നമ്മുടെ കൂടെ ഉണ്ടാവും. പെരുവാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരംഭിക്കുന്ന ഈ ഒരു ട്രക്കിംഗ് പ്രോഗ്രാം മഞ്ചാടി പള്ളം കഴിഞ്ഞ് തൂണക്കടവിൽ പൂർത്തിയാവുന്നു. ഈ പ്രോഗ്രാമിലും 2 ട്രെയിൻഡ് ആയിട്ടുള്ള നാച്ചുറലിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. മിനിമം 5 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ മാക്സിമം അംഗങ്ങളുടെ എണ്ണം 5ൽ കൂടാനും അനുവദിക്കുന്നതല്ല. മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കേണ്ട ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ബുക്കിംഗ് ഡേറ്റിൽ രാവിലെ 9 മണിക്ക് തന്നെ പറമ്പിക്കുളത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വൈകുന്നേരം 4 മണിയോടെയാണ് ഈ ഒരു പ്രോഗ്രാം പൂർത്തിയാക്കുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു ഇന്ത്യക്കാരന് 720 രൂപയും ഫോറിനേഴ്സിന് 1220 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. വീക്ക് ഡേയ്സിലും വീക്കെൻഡ് ഡേയ്സിലും ഇതേ തുക തന്നെയാണ്. മൂന്നാമത്തെ ട്രക്കിംഗ് പ്രോഗ്രാം എലിഫന്റ് സോങ് ട്രക്കിംഗ് ട്രെയിൽ ആണ്. ട്രക്കിംഗിൽ ഒട്ടും തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കും ഈ ഒരു ട്രക്കിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. കാടിനകത്തുകൂടെ 6 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചുകൊണ്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് പ്രോഗ്രാം ആണ് ഇത്. ആനപ്പടിയിൽ നിന്ന് തുടങ്ങി ആനപ്പടി ചെക്ക് പോസ്റ്റിൽ അവസാനിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമായ കരിയനശോല ഫോറസ്റ്റ് കടന്നു പോകുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലും ട്രെയിൻഡ് ആയിട്ടുള്ള 2 നാച്ചുറലിസ്റ്റുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ടിക്കറ്റ് ബുക്ക് ചെയ്തവർ പറമ്പിക്കുളത്ത് രാവിലെ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കും. മിനിമം 5 പേരെയും മാക്സിമം 10 പേരെയും ഉൾക്കൊള്ളിക്കാവുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ഇന്ത്യക്കാരന് വീക്ക് ഡേയ്സിൽ 300 രൂപയും വീക്കെൻഡ് ഡേയ്സിൽ 380 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ഫോറിനേഴ്സ് ആണെങ്കിൽ വീക്ക് ഡേയ്സിൽ 500ഉം വീക്കെൻഡ് ഡേയ്സിൽ 580ഉമാണ് ടിക്കറ്റ് ചാർജ്. സ്ക്രീനിന്റെ മുകളിലുള്ള ഗ്രീൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. അടുത്ത കാറ്റഗറി ജംഗിൾ സഫാരി ആണ്. ഇതിൽ 2 പ്രോഗ്രാംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്: ജംഗിൾ സഫാരി, ബൈസിക്കിൾ ഓൺ ദ വൈൽഡ്. ഇതിലെ ഏറ്റവും ആദ്യത്തെ ഓപ്ഷനാണ് ജംഗിൾ സഫാരി. അതിന്റെ തൊട്ട് താഴെയുള്ള വ്യൂ ഡീറ്റെയിൽസിന് നേരെയുള്ള എറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും റൂൾസും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കടുവയും കാട്ടുപോത്തും കരടിയും ഒക്കെ താമസിക്കുന്ന ഒരു കാട്ടിലൂടെ 53 കിലോമീറ്ററോളം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാനുള്ള ഒരു അവസരമാണ് ഈ ജംഗിൾ സഫാരി ഒരുക്കുന്നത്. 40 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഒരു ബസ്സിലാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞു തരാനും കാട്ടുമൃഗങ്ങളെയും കാഴ്ചകളെയും കാണിച്ചു തരാനും ആനപ്പാടി മുതൽ ഒരു നാച്ചുറലിസ്റ്റും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ഒരു ദിവസത്തെ ഏറ്റവും ആദ്യത്തെ ജംഗിൾ സഫാരി ബസ് പുറപ്പെടുന്നത് രാവിലെ 8 മണിക്കാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനത്തെ ബസ് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ദിവസത്തെ ജംഗിൾ സഫാരി പ്രോഗ്രാം അവസാനിക്കും. പറമ്പിക്കുളത്ത് എത്തി ജംഗിൾ സഫാരിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആർക്കും ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിനിമം 12 പേര് തികഞ്ഞാൽ മാത്രമേ ജംഗിൾ സഫാരിക്ക് വേണ്ടിയുള്ള ബസ് അവിടെ നിന്ന് പുറപ്പെടുകയുള്ളൂ. 12 പേര് എത്തിയില്ല എങ്കിൽ 12 പേരെങ്കിലും എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇനി കാത്തിരിക്കാൻ വയ്യ, യാത്ര ഉടനെ തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്ന അത്രയും പേർ കുറവുള്ള അത്രയും പേരുടെ ടിക്കറ്റ് എമൗണ്ട് കൂടെ ഷെയർ ഇട്ട് നൽകേണ്ടി വരും. 400 രൂപയാണ് ഒരാൾക്ക് ജംഗിൾ സഫാരി നടത്താൻ വരുന്ന ടിക്കറ്റ് ചാർജ്. ഇന്ത്യക്കാർക്കും ഫോറിനേഴ്സിനും കുട്ടികൾക്കും വീക്കെൻഡിലും വീക്ക് ഡേയിലും ഒക്കെ ഇതേ 400 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഈ കാറ്റഗറിയിലെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ബൈസിക്കിൾ റൈഡ് ഇൻ ദ വൈൽഡ്. ഈ ഒരു പാക്കേജ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ആനപ്പടി ക്യാമ്പസിലെ ഫോറസ്റ്റ് ട്രാക്കിലൂടെ 850 മീറ്ററോളം സൈക്കിളിൽ റൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലും ട്രെയിൻഡ് ആയിട്ടുള്ള നാച്ചുറലിസ്റ്റിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. 30 മിനിറ്റ് റൈഡിന് ഇന്ത്യൻസ് ആയാലും ഫോറിനേഴ്സ് ആയാലും 100 രൂപയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ചാർജ്. വീക്കെൻഡ് ആയാലും വീക്ക് ഡേയ്സ് ആയാലും സെയിം ചാർജ് ആണ്. പറമ്പിക്കുളത്തെ അടുത്ത കാറ്റഗറിയാണ് എ ഡേ ഇൻ പറമ്പിക്കുളം എന്ന പ്രോഗ്രാം. ഒരു മുഴുവൻ ദിവസം പറമ്പിക്കുളത്ത് ചെലവഴിക്കാൻ റെഡി ആയിട്ട് വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ജംഗിൾ സഫാരി, ബാംബു റാഫ്റ്റിംഗ്, ട്രക്കിംഗ് ഒപ്പം ലഞ്ചും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് ആണ് ഇത്. തൂണക്കടവ് ഡാം, കണ്ണിമരത്തീക്ക്, ഡാം വ്യൂ പോയിന്റ്, വാലി വ്യൂ പോയിന്റ്, പറമ്പിക്കുളം ഡാം, ട്രൈബൽ ഹെറിറ്റേജ് സെന്റർ, എക്കോ ഷോപ്പ് തുടങ്ങിയവ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാന ആകർഷണമാണ്. ജംഗിൾ സഫാരിയിലാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. തുടർന്ന് പറമ്പിക്കുളം റിസർവോയറിൽ ബാംബു റാഫ്റ്റിംഗും കണ്ണിമര കഫേയിൽ വെച്ച് ലഞ്ചും ഉണ്ടാവുന്നതായിരിക്കും. തുടർന്ന് എലിഫന്റ് സോങ് ട്രെയിൽ ട്രക്കും കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാം പൂർത്തിയാകുന്നത്. മിനിമം 10 പേരെ ഡിമാൻഡ്
ഡിമാൻഡ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൽ വിസിറ്റേഴ്സ് അവരവരുടെ വാഹനത്തിലാണ് സഫാരി നടത്തേണ്ടത്. ട്രെയിൻഡ് ആയിട്ടുള്ള നാച്ചുറലിസ്റ്റുകൾ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. മറ്റൊരു കാര്യം, പ്രോഗ്രാമിൽ ട്രക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് കുട്ടികളെയും ഫിസിക്കലി ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉള്ള ആളുകളെയും മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. ഇന്ത്യൻസിനും ഫോറിനേഴ്സിനും വീക്ക് ഡേയ്സിലും വീക്കെൻഡ് ഡേയ്സിലും 970 രൂപയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ചാർജ്. സ്ക്രീനിൽ കാണുന്ന ചെക്ക് അവൈലബിലിറ്റി എന്ന ഗ്രീൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ഇൻ പറമ്പിക്കുളം എന്ന പ്രോഗ്രാം ബുക്ക് ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം. അടുത്ത കാറ്റഗറി നേച്ചർ പ്രോഗ്രാംസ് ആണ്. നേച്ചർ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാംസ് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ആ പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് നേച്ചർ ക്യാമ്പുകളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നത്തിങ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അടുത്ത കാറ്റഗറി അക്കോമഡേഷൻസ് ആണ്. 6 തരത്തിലുള്ള സ്റ്റേ ഓപ്ഷൻ പറമ്പിക്കുളം ടൈഗർ റിസർവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ടെന്റഡ് നീഷയാണ്. വിസിറ്റേഴ്സിന് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടി അവർ കുറച്ച് ചിത്രങ്ങൾ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെന്റഡ് നീഷ അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലൊരു സ്റ്റേ ഓപ്ഷൻ ആണ് അവിടെ പ്രതീക്ഷിക്കേണ്ടത്. ആനപ്പാടി ക്യാമ്പസിൽ തന്നെയാണ് ഈ ഒരു സ്റ്റേ വരുന്നത്. ഈ പാക്കേജിൽ ജംഗിൾ സഫാരി, ഫുഡ്, ബാംബു റാഫ്റ്റിംഗ്, ട്രക്കിംഗ് ഓർ ബേർഡ് വാച്ചിംഗ് തുടങ്ങിയ പ്രോഗ്രാംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു അക്കോമഡേഷന്റെ കൂടെ ഫുഡും ഫ്രഷ് പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് എത്തിക്കുന്നതായിരിക്കും. ട്രെയിൻഡ് ആയിട്ടുള്ള 2 നാച്ചുറലിസ്റ്റുകൾ ഈ ഒരു അക്കോമഡേഷൻ ചൂസ് ചെയ്യുമ്പോഴും എല്ലാ ഹെൽപ്പിനും നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഈ അക്കോമഡേഷൻ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 2 കണ്ടീഷൻസിൽ ഒന്ന്, 2 ടെന്റെങ്കിലും ഒക്യുപ്പൈഡ് ആണെങ്കിലും മാത്രമേ ഈ അക്കോമഡേഷന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജംഗിൾ സഫാരി എന്നുള്ള പ്രോഗ്രാം അവരെ സംഘടിപ്പിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ട്രക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരെയും കുട്ടികളെയും നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് 12 മണിയാണ് ഈ ഒരു അക്കോമഡേഷൻ പ്രോഗ്രാമിന്റെ ചെക്ക് ഇൻ ടൈം. പിറ്റേ ദിവസം രാവിലെ 10:30 ആണ് ഇതിന്റെ ചെക്ക് ഔട്ട് ടൈം വരുന്നത്. ഏർലി ചെക്കിനും ലേറ്റ് ചെക്ക് ഔട്ടും അവർ അനുവദിക്കുന്നതല്ല ഇന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അക്കോമഡേഷൻ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഷെഡ്യൂൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സഫാരിക്കും ട്രക്കിങ്ങിനും ഫുഡിനും ഒക്കെ അവർ കൃത്യം സമയം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ അക്കോമഡേഷൻ ചൂസ് ചെയ്യുന്നവർ ആ ഒരു ഷെഡ്യൂൾ നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീക്ക് ഡേയ്സിലെ ഇന്ത്യൻസിന് 6900-ഉം വീക്കെൻഡിൽ 7900-ഉമാണ് ഈ ഒരു പാക്കേജിലെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഫോറിനേഴ്സിന് വീക്ക് ഡേയ്സിൽ 10,900-ഉം വീക്കെൻഡിൽ 12,900-ഉമാണ് ടിക്കറ്റ് ചാർജ്. ഇന്ത്യൻസ് ആണെങ്കിൽ എക്സ്ട്രാ ഒരാൾ വരുന്നുണ്ടെങ്കിൽ 1,900-ഉം ഫോറിനേഴ്സ് ആണെങ്കിൽ എക്സ്ട്രാ വരുന്ന ആൾക്ക് 2,900-ഉം ചാർജ് വരും. കുട്ടികൾക്ക് വീക്ക് ഡേയ്സിൽ 6,900-ഉം വീക്കെൻഡിൽ 7,900-ഉമാണ് ടിക്കറ്റ് ചാർജ്. എക്സ്ട്രാ വരുന്ന ഓരോ കുട്ടിക്കും 700 രൂപ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. അടുത്ത അക്കോമഡേഷൻ ട്രീ ടോപ്പ് ഹട്ടാണ്. തൂണക്കടവിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഹട്ടിന്റെ ചിത്രങ്ങൾ സൈറ്റിൽ കൊടുത്തേക്കുന്നത് നോക്കാം. ആനിമൽസിന് ഫ്രീക്വന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന തൂണക്കടവ് റിസർവോയറിന്റെ തീരത്താണ് ഈ ഒരു ഹട്ട് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേ കൂടാതെ സഫാരിയും ഫുഡും ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ പറഞ്ഞ സെയിം കാര്യങ്ങളും കണ്ടീഷൻസ് ഒക്കെ ഇവിടെയും പറയുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലും 2 ട്രെയിൻഡ് ആയിട്ടുള്ള നാച്ചുറലിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്തോനേഷ്യ പോലെ തന്നെ ചെക്ക് ഇൻ ടൈം 12 മണിക്കും ചെക്ക് ഔട്ട് ടൈം രാവിലെ 10:30-നുമാണ് കാണിക്കുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ ഇന്തോനേഷ്യയുടെ അതേ രീതിയിലുള്ള കണ്ടീഷൻസും തൊട്ട് താഴെ ഷെഡ്യൂളിംഗ് ടൈമും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അങ്ങോട്ടേക്ക് പോവുക. ഇന്ത്യൻസിന് വീക്ക് ഡേയ്സിൽ 5,900-ഉം വീക്കെൻഡ് ഡേയ്സിൽ 6,900-ഉമാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. എക്സ്ട്രാ വരുന്ന ഒരാൾക്ക് 1,900 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഫോറിനേഴ്സ് ആണെങ്കിൽ വീക്ക് ഡേയ്സിൽ 9,900-ഉം വീക്കെൻഡ് ഡേയ്സിൽ 11,900-ഉമാണ് ടിക്കറ്റ് ചാർജ്. എക്സ്ട്രാ വരുന്ന ഒരാൾക്ക് 2,900 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് 700 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അടുത്ത സ്റ്റേ ഓപ്ഷൻ ഹണികോംബ് ആണ്. ഇതുവരെ കണ്ടത് മിനിമൽ ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള അക്കോമഡേഷൻസ് ആണെങ്കിൽ ഇത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ സെന്റർ ആണ്. അതിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാം. പറമ്പിക്കുളം ഡാമിന്റെ പണി നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 1960 കാലഘട്ടത്തിൽ ഹോസ്റ്റലായിട്ട് നിർമ്മിച്ച ഒരു സ്റ്റേ ഓപ്ഷൻ ആയിരുന്നു ഇത്. പിന്നീടാണ് അത് ടൂറിസത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. സഫാരി, ബാംബു റാഫ്റ്റിംഗ്, ട്രക്കിംഗ് ഓർ ബേർഡ് വാച്ചിംഗ് ഒപ്പം ഫുഡും ഈ ഒരു പാക്കേജിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അക്കോമഡേഷൻ പ്രോഗ്രാമിലും 2 ട്രെയിൻഡ് ആയിട്ടുള്ള നാച്ചുറലിസ്റ്റുകളുടെ ഹെൽപ്പ് നമുക്ക് ഉണ്ടാവും. ഈ സ്റ്റേ ഓപ്ഷന്റെയും ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 12 മണിയും ചെക്ക് ഔട്ട് ടൈം പിറ്റേന്ന് 10:30 AM-ഉമാണ്. ഈ ഒരു സ്റ്റേ പാക്കേജിൽ സഫാരി സംഘടിപ്പിക്കുന്നത് വിസിറ്റേഴ്സിന്റെ ഓൺ വെഹിക്കിളിലാണെന്ന് പ്രത്യേകം കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള മറ്റ് കണ്ടീഷൻസും ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രോഗ്രാമുകളുടെയും ഫുഡിന്റെയും ഒക്കെ സമയക്രമവും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാമിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ അതും കൂടെ പരിഗണിക്കുക, വായിച്ചു നോക്കുക പോകുന്നതിന് മുമ്പ്. ഇന്ത്യൻസിന് വീക്ക് ഡേയ്സിൽ 5,900, വീക്കെൻഡ് ഡേയ്സിൽ 6,900-ഉമാണ് ഹണികോംബ് ബുക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് ചാർജ്. എക്സ്ട്രാ വരുന്ന ആളുകൾക്ക് ഒരാൾക്ക് 1,900 രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഫോറിനേഴ്സ് ആണെങ്കിൽ വീക്ക് ഡേയ്സിൽ 9,900-ഉം വീക്കെൻഡ് ഡേയ്സിൽ 11,900-ഉമാണ് ചാർജ്. എക്സ്ട്രാ വരുന്ന ഒരാൾക്ക് 2,900 എക്സ്ട്രാ പേ ചെയ്ത് നൽകേണ്ടി വരും. അടുത്ത സ്റ്റേ ഓപ്ഷൻ പെരുവാരി ഐലൻഡ് ആണ്. പെരുവാരി ഐലൻഡിന്റെ സമീപത്തുള്ള ഒരു ട്രീ ടോപ്പ് അക്കോമഡേഷൻ ആണ് ഇതും. ഇതിന്റെ ചിത്രങ്ങൾ നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു സ്റ്റേ ഓപ്ഷൻ ആണെന്ന് ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു അക്കോമഡേഷന്റെ മറ്റൊരു പ്രത്യേകത, മുള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ അരമണിക്കൂറോളം സഞ്ചരിച്ചു കൊണ്ട് വേണം നമ്മൾ ഈ ഒരു നെസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഒരു പാക്കേജിന്റെ കൂടെ ഫുഡ് ഇല്ല.
എന്നാൽ സേതുമട ചെക്ക് പോസ്റ്റ് കഴിയുന്നതിന് മുമ്പ് ഫുഡ് ഇൻഗ്രീഡിയൻസ് നമ്മൾ വാങ്ങിക്കൊണ്ടു പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കുക്ക് ചെയ്ത് തരാൻ ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. കാടിന്റെയും മലകളുടെയും നടുക്ക് വരുന്ന ഒരു സ്റ്റേ ഓപ്ഷനാണിത്. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേ ഓപ്ഷനേക്കാളും കൂടുതൽ ആനകളെയും മാനുകളെയും ഒക്കെ കാണാൻ സാധ്യതയുണ്ടെന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ പാക്കേജിൽ എക്സ്ട്രാ ഉൾപ്പെടുത്തിയേക്കുന്ന പ്രോഗ്രാം സഫാരി മാത്രമാണ്. ഫുഡിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൂടാതെ 2 ട്രെയിൻഡ് നാച്ചുറലിസ്റ്റ് ഈ ഒരു പാക്കേജിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു പാക്കേജിലും 12 മണിയാണ് ചെക്ക് ഇൻ ടൈം. എന്നാൽ ചെക്ക് ഔട്ട് ടൈം വരുന്നത് പിറ്റേന്ന് രാവിലെ 11 മണിയാണ്. മാക്സിമം 5 പേരെ മാത്രം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണിത്. അംഗങ്ങളുടെ എണ്ണം ഒരുപാട് കുറയുന്നതും ഇവർ അനുവദിക്കുന്നില്ല. പിന്നെ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സഫാരി പ്രോഗ്രാമിന് വിസിറ്റേഴ്സ് അവരവരുടെ വാഹനം ഉപയോഗിക്കാനാണ് ഇവർ പറഞ്ഞേക്കുന്നത്. കൂടാതെ ഐലൻഡിലേക്കുള്ള ജേർണി കുറച്ചധികം റിസ്ക് ഉള്ളതാണ്, ലോങ് ആണ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പാക്കേജുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടീഷൻസും തുടർന്ന് കൊടുത്തിരിക്കുന്ന ഷെഡ്യൂളിംഗ് ചാർട്ടും ശ്രദ്ധിക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുന്നവർ പ്രത്യേകം അത് മനസ്സിലാക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇന്ത്യൻസിന് വീക്ക് ഡേയ്സിൽ 6,900 ആണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. വീക്കെൻഡിൽ 7,900 ആണ് ടിക്കറ്റ് ചാർജ്. ഫോറിനേഴ്സിന് വീക്ക് ഡേയ്സിൽ 10,900 വീക്കെൻഡ് ഡേയ്സിൽ 12,900 ആണ് ടിക്കറ്റ് ചാർജ്. പാക്കേജുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടീഷൻസും തുടർന്ന് കൊടുത്തിരിക്കുന്ന ഷെഡ്യൂളിംഗ് ചാർട്ടും ശ്രദ്ധിക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുന്നവർ പ്രത്യേകം അത് മനസ്സിലാക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇന്ത്യൻസിന് വീക്ക് ഡേയ്സിൽ 6,900 ആണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. വീക്കെൻഡിൽ 7,900 ആണ് ടിക്കറ്റ് ചാർജ്. ഫോറിനേഴ്സിന് വീക്ക് ഡേയ്സിൽ 10,900 വീക്കെൻഡ് ഡേയ്സിൽ 12,900 ആണ് ടിക്കറ്റ് ചാർജ്. പറമ്പിക്കുളം പ്രൊവൈഡ് ചെയ്യുന്ന അടുത്ത സ്റ്റേ ഓപ്ഷൻ ആണ് വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്. വെട്ടിക്കുന്ന് ഐലൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ആകെ ഈ ഒരു ചിത്രം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് ഐലൻഡിനെ കുറിച്ചോ ഐലൻഡ് നെസ്റ്റിനെ കുറിച്ചോ യാതൊരു ധാരണയും കിട്ടുന്നതല്ല. പിന്നെ അവർ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കുന്നത് ഒരു റീസൈക്കിൾഡ് ആയിട്ടുള്ള ടൂറിസം ഫെസിലിറ്റി ആണ് അതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹണികോമ്പ് പോലെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 1.5 മണിക്കൂറോളം ഫൈബർ ബോട്ടിലോ റോ ബോട്ടിലോ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു ഏരിയ ആണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുസരിച്ച് മാത്രം ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റേ ഓപ്ഷൻ കൂടിയാണിത്. പെരുവാരി ഐലൻഡ് നെസ്റ്റിലെ പോലെ തന്നെ ഇവിടെയും ഫുഡ് അലോ ചെയ്യുന്നില്ല. എന്നാൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്ന കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. പെരുവാരി ഐലൻഡ് നെസ്റ്റ് പോലെ തന്നെ ഇവിടെയും മൃഗങ്ങളെ കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ ചെക്ക് ഇൻ ടൈം 12 മണി തന്നെയാണ്. എന്നാൽ ചെക്ക് ഔട്ട് ടൈം വരുന്നത് പിറ്റേന്ന് രാവിലെ 9:30 ആണ്. ഈ ഒരു പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുന്നവർ തുടർന്നുള്ള കണ്ടീഷൻസും അവർ കൊടുത്തിരിക്കുന്ന ടൈം ഷെഡ്യൂളും മനസ്സിലാക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് പോവുക. ഈ ഒരു പ്രോഗ്രാമിന് ഇന്ത്യൻസിന് വീക്ക് ഡേയ്സിൽ 9,900 വീക്കെൻഡ് ഡേയ്സിൽ 10,900 ആണ് ചാർജ് വരുന്നത്. ഫോറിനേഴ്സിന് വീക്ക് ഡേയ്സിൽ 11,900 വീക്കെൻഡ് ഡേയ്സിൽ 13,900 ആണ് ചാർജ് വരുന്നത്. പറമ്പിക്കുളം ടൈഗർ റിസർവ് പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനൽ അക്കോമഡേഷൻ ടൈപ്പ് ആണ് ടെന്റഡ് റൂംസ്. ഇത്രയും നേരം നമ്മൾ കണ്ട അക്കോമഡേഷൻസ് വെച്ച് നോക്കുമ്പോൾ പറമ്പിക്കുളത്ത് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ഓപ്ഷൻ ആണിത്. 3 ടെന്റഡ് റൂംസ് മാത്രമാണ് പറമ്പിക്കുളത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം 6 പേർക്ക് വരെ ഇവിടെ ഒരുമിച്ച് താമസിക്കാവുന്നതാണ്. ഈ ഒരു പാക്കേജിൽ അക്കോമഡേഷൻ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാന്റീൻ, പാർക്കിംഗ് ഫെസിലിറ്റികൾ അവൈലബിൾ ആണ്. ഈ ഒരു പാക്കേജിലേക്ക് ബാംബൂ റാഫ്റ്റിംഗ്, ജംഗിൾ സഫാരി, ട്രക്കിംഗ് പോലെയുള്ള പ്രോഗ്രാമുകളും കൂട്ടത്തിൽ ഫുഡ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് അഡീഷണൽ ചാർജസ് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഇവിടെയും ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 12 മണിയും ചെക്ക് ഔട്ട് ടൈം പിറ്റേന്ന് രാവിലെ 10:30 ആണ്. 2 പേർക്ക് ഒരു ടെന്റിന് 2,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇവിടെ ടിക്കറ്റ് ചാർജ്. വീക്കെൻഡിലും വീക്ക് ഡേയ്സിലും ഫോറിനേഴ്സിനും ഇന്ത്യൻസിനും ഒക്കെ സെയിം ചാർജ് ആണ്. ഇനി എല്ലാ സ്റ്റേയെയും ബാധിക്കുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. വളരെ മിനിമൽ ആയിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി ഒരു കാടിന്റെ അഡ്വഞ്ചേഴ്സിനെ ഇഷ്ടപ്പെടുകയും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റേ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലക്ഷൂറിയസ് സ്റ്റേ പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാര്യം, പറമ്പിക്കുളം ടൈഗർ റിസർവിലുള്ള അക്കോമഡേഷൻസ് ഒന്നും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവയല്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായി അക്കോമഡേഷൻ പാക്കേജുകൾ ബുക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പറമ്പിക്കുളത്തിന്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോ അക്കോമഡേഷന്റെയും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ പരിശോധിച്ച് ടീമിലുള്ള എല്ലാവരും ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അക്കോമഡേഷൻസ് ചൂസ് ചെയ്ത് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെയധികം ഡിസ്റ്റൻസ് ഉള്ള അക്കോമഡേഷൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ രാത്രിയോ ഈവൻ പകല് പോലും നിങ്ങൾക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കണമെന്നില്ല. മൂന്നാമത്തെ കാര്യം, പറമ്പിക്കുളം ടൈഗർ റിസർവിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രക്കിംഗ് പ്രോഗ്രാം ഒരല്പം ബുദ്ധിമുട്ടുള്ളതായതിനാൽ കുട്ടികളെയോ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകളെയോ ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള എല്ലാ പാക്കേജുകളും പരിപാടികളും നമ്മുടെ പറമ്പിക്കുളത്ത് അവൈലബിൾ ആണെന്നാണ് അവരുടെ സൈറ്റിൽ പറയുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ശേഷം പോകേണ്ടതാണ്. എന്നാൽ ചിലതൊക്കെ നമ്മൾ നേരിട്ട് അവിടെ എത്തിയതിനു ശേഷം ഓഫ്ലൈൻ ആയിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന പാക്കേജുകളൊക്കെ നോക്കിയ സമയത്ത് കുറെയൊന്നും അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ കരുതുന്നത് നേരിട്ട് അവിടെ പോയിട്ടുള്ള പാക്കേജുകൾ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ജംഗിൾ സഫാരി കണ്ടു. 53 കിലോമീറ്ററോളം കാടിനുള്ളിൽ സഞ്ചരിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ആ ഒരു പാക്കേജിലൂടെ കിട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നേരെ വണ്ടി എടുത്ത് പോവുക, അവിടുന്ന് ടിക്കറ്റ് എടുക്കുക, അവരുടെ ബസ്സിൽ ഒരു ജംഗിൾ സഫാരി നടത്തി തിരിച്ചു വരാം. കൂട്ടത്തിൽ ബാക്കിയുള്ള പാക്കേജുകളെയും പരിപാടികളെയും കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനാണ് ഇപ്പൊ തന്നെ ഒരു പ്ലാൻ. അപ്പൊ ഞാൻ ഇനി പറമ്പിക്കുളത്തേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ അടുത്ത യാത്ര പോകാൻ റെഡി
റെഡിയാവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി പറമ്പിക്കുളത്ത് വെച്ച് കാണാം.